ചേട്ടനായിട്ട് വഴക്ക് കൂടാറുണ്ടോ? ഇല്ല. ചേട്ടനെ ഒത്തിരി ഇഷ്ടാണോ? ഏ ചേട്ടൻ കീബോർഡ് വായിക്കണത് ഇഷ്ടാണോ? എന്താ ചേട്ടനെ പറ്റി പറയാനുള്ളത്? ചാട്ടം പഠിച്ച് വലുതാവണതാണ് എനിക്കിഷ്ടം. ആഗ്രഹം. പഠിച്ചു വലുതായി ആരാകണം? പോലീസാവണം. പോലീസാകണം. എന്ത് നിഷ്കളങ്കമായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്. എന്തായാലും പോലീസായാലും പോലീസാകാൻ പറ്റിയില്ലെങ്കിലും മോൻ ആഗ്രഹിക്കുന്ന പോലെ വലിയൊരു കലാകാരനാവട്ടെ, ലോകമറിയുന്ന ഒരു കീബോർഡ് വായനക്കാരനാകട്ടെ, സ്റ്റീഫൻ ദേവസി സാറിനെ പോലെയൊക്കെ തന്നെ നല്ല ഒരു ഇതിൽ ആവാൻ പറ്റട്ടെ. മോള് ഒരു നല്ല പോലീസുകാരിയാവട്ടെ. ഇത് ജ്യോതിഷാണ്. ജ്യോതിഷിന് 2 കയ്യുമില്ല, പക്ഷേ ഇവൻ മിടുക്കനായിട്ട് കീബോർഡ് വായിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അത് നമുക്ക് ജ്യോതിഷിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ജ്യോതിഷ് ഏതൊരു പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പരീക്ഷ എഴുതുന്നത്? ഞാൻ ഫൈനൽ എക്സാം സ്ക്രൈബ് ചെയ്തു, ബാക്കിയെല്ലാം ഞാൻ എഴുതും, കൈ കൊണ്ട് എഴുതും. ഓക്കെ. അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല? ഇല്ല. കുഞ്ഞുനാൾ മുതലേ തനിയെ എഴുതുമായിരുന്നോ? ഫൈനൽ എക്സാമിൽ സ്ക്രൈബ് ചെയ്ത് തരും, ബാക്കി ഞാൻ എഴുതും. മോൻ എപ്പോഴെങ്കിലും മോന്റെ ഈ ബുദ്ധിമുട്ടുകൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അച്ഛനും അമ്മയും എപ്പോഴും നല്ല സപ്പോർട്ടാണോ? അതെ. സ്കൂളിലെ കൂട്ടുകാരെങ്ങനെയാ? നല്ല കൂട്ടുകാരന്മാരാണ്. മോനെ ശരിക്കും കീബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യണം അല്ലേ? മോൻ എങ്ങനെയാണ് ഈ കീബോർഡ് പഠിക്കണമെന്ന് തോന്നിയത്? സ്റ്റീഫൻ ദേവസി സാറിന് വായിക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി കീബോർഡ് പഠിക്കണമെന്ന്. അങ്ങനെ പഠിച്ച്. ഭാവിയിൽ ആരാവണമെന്ന് ആഗ്രഹം? എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, എങ്കിലും എനിക്ക് ഒരു നല്ലൊരു ജോലി കിട്ടി എല്ലാവരെയും സഹായിക്കണം. ഇതെന്റെ അനിയത്തിയാണ്. അവള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG. ചേട്ടൻ ഒത്തിരി സഹായമൊക്കെ ചെയ്തു തരുമോ? നല്ല. എന്തെങ്കിലും പോയി അതെടുത്തിട്ട് വാന്നൊക്കെ പറഞ്ഞാൽ ചേട്ടനെ ചെയ്തു കൊടുക്കാറുണ്ടോ? ചേട്ടനായിട്ട് വഴക്ക് കൂടാറുണ്ടോ? ഇല്ല. ചേട്ടനെ ഒത്തിരി ഇഷ്ടാണോ? ചേട്ടൻ കീബോർഡ് വായിക്കണത് ഇഷ്ടാണോ? എന്താ ചേട്ടനെ പറ്റി പറയാനുള്ളത്? ചാട്ടം പഠിച്ച് വലുതാവണതാണ് എനിക്കിഷ്ടം. ആഗ്രഹം. പഠിച്ചു വലുതായി ആരാകണം? പോലീസാവണം. എന്ത് നിഷ്കളങ്കമായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്. എന്തായാലും പോലീസായാലും പോലീസാകാൻ പറ്റിയില്ലെങ്കിലും മോൻ ആഗ്രഹിക്കുന്ന പോലെ വലിയൊരു കലാകാരനാവട്ടെ, ലോകമറിയുന്ന ഒരു കീബോർഡ് വായനക്കാരനാകട്ടെ, സ്റ്റീഫൻ ദേവസി സാറിനെ പോലെയൊക്കെ തന്നെ നല്ല ഒരു ഇതിൽ ആവാൻ പറ്റട്ടെ. മോള് ഒരു നല്ല പോലീസുകാരിയാവട്ടെ കേട്ടോ. അതിനുവേണ്ടി പഠിക്കണം. ഓക്കെ. എവിടെയെങ്കിലും തളർന്നിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും എല്ലാം നേരിട്ട്. മോള് മിടുക്കിയാണ്. നോക്കും, മോനെ പൊന്നു പോലെ നോക്കും. എന്താ പേര്? ഷീബ. ഷീബയുടെ മക്കൾക്കും ഒരുപാട് സന്തോഷം ഭാവിയിൽ ഉണ്ടാവട്ടെ. കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് വളരട്ടെ. ഓക്കെ. ഇത് ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടിയെ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നേ പരിചയപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകുട്ടി ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയത് ശ്രീകുട്ടിയുടെ അമ്മ അജിത വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. എന്താണ് ശ്രീകുട്ടിയുടെ പരീക്ഷ എഴുതിയതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കണമെന്ന്. പക്ഷേ സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല ഹെൽപ്പായിരുന്നു. അത് പിന്നെ ടീച്ചേഴ്സും പിന്നെ ഞങ്ങളുടെ വാർഡ് കൗൺസിലറൊക്കെ ഇടപെട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ചു. എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? അവർക്ക് ടീച്ചേഴ്സ് ഒരു പ്രത്യേക രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അപ്പോൾ അത് കേട്ട് അവർ പ്രതികരിക്കും. എഴുതാനൊന്നും അവർക്ക് അറിയില്ല, എങ്കിലും അവരുടേതായ ഇതിൽ മനസ്സിലാക്കി കേട്ടോണ്ടിരിക്കും. അങ്ങനെ ചിരിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. അജിത എങ്ങനെയാ മോളുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത്? ഒറ്റയ്ക്ക് തന്നെയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരിടത്തും ഒരു സ്ഥലത്ത് പോകാനൊന്നും പറ്റൂല. അവളുമായിട്ടല്ലേ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അച്ഛനുമായിട്ട് അത്ര നല്ല, അച്ഛൻ്റെ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അങ്ങനെ തന്നെ മോളെ. അപ്പം ഞാൻ ഇങ്ങനെ പരീക്ഷ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പോയി എഴുതിപ്പിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എഴുതിക്കാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ കൊണ്ടുപോയി ഇവരെത്രയും ഒരു 12:15 വരെ ഇരുത്തണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പക്ഷെ അതെല്ലാം തരണം ചെയ്ത്. ആദ്യത്തെ കുഞ്ഞു ഇതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ? അതുപോലെ ആയിരുന്നു. 5 വയസ്സായപ്പോൾ തന്നെ ന്യൂമോണിയ വന്നു പോയി. ഇപ്പോൾ ഉണ്ടായത് +2 പഠിക്കുകയാണ്. ഇനി മോളുടെ തുടർന്നുള്ള കാര്യങ്ങൾ, അതായത് അവളുടെ ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അച്ഛൻ ജോലിക്ക് പോണത് അങ്ങനെ
വേറെ അല്ലാതെ പിന്നെ ഇവക്കൊരു വീട് ഇപ്പം വച്ചുകൊണ്ടിരിക്കുകയാണ്. ലോണിൻ്റെ ഇതിലാണ്. പക്ഷെ അത് ഭയങ്കര ആദ്യം അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി കിടന്ന വീടായിരുന്നു. പക്ഷെ അത് ഇപ്പം ലോണിൻ്റെ ഇതിലിപ്പം ബേസ്മെൻറ്റ് കെട്ടി ഇത് വാർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ആഗ്രഹമാണ്, മോളെ ഒരു നല്ലൊരു വീട്ടിൽ കിടത്തണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. അജിത എന്ന അമ്മയുടെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. എല്ലാ അമ്മമാർക്കും സ്വന്തം കുഞ്ഞിനെ ഓർത്തുള്ള അതേ ആഗ്രഹങ്ങൾ തന്നെയാണ് അജിതയുടെ മനസ്സിലുള്ളത്. മോൾക്ക് നല്ലൊരു വീട് വേണം, മോള് പഠിക്കണം, അവളുടെ എന്ത് ശേഷിക്കുറവോ ആരോഗ്യക്കുറവോ അതൊന്നും ഈ അമ്മയെ അലട്ടുന്നില്ല. നേരത്തെ വേദിയിൽ ഒരു മാഡം പറയുന്നുണ്ടായിരുന്നു ഇവരാണ് മാലാഖമാർ എന്ന്. ശരിക്കും അത് അർത്ഥവത്താക്കുകയാണ് അജിതയെ പോലുള്ള അമ്മമാർ. ഒന്നും പ്രതീക്ഷിക്കാനല്ലാതെ മുന്നോട്ടുള്ള യാത്രയിൽ എന്താകുമെന്നറിയാതെ ഈ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ വളർത്തുകയാണ് ഈ അമ്മമാർ. നിങ്ങൾക്ക് അതായത് ഇങ്ങനെയുള്ള അമ്മമാരെ നമ്മൾ ശരിക്കും ഒരിക്കലും കുറച്ച് കാണുകയല്ല, പക്ഷെ അവരാണ് ഏറ്റവും കരുത്തുള്ളവർ. നമ്മളെയൊക്കെ മീൻസ് നോർമലായിട്ടുള്ളവരെക്കാളും ഒരുപാട് കരുത്തുള്ളവർ. എന്തായാലും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞും ശ്രീകുട്ടിയോടൊപ്പം എത്രയും പെട്ടെന്ന് അജിതയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനൊരു നല്ലൊരു കാലം അജിതയെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ.